നമസ്കാരം. 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ചിങ്ങമാസത്തിലെ ഈ ദിവസം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയ അവസരങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ സ്വാധീനവും ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥിയുടെ പ്രാധാന്യവും ഉള്ള ഈ ദിവസം ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ജോലി സംബന്ധമായ തീരുമാനങ്ങളിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും അതുപോലെ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ അവരുടെ ദോഷഫലങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ദിവസമായിരിക്കും. ഏറെ നാളുകളായി നീണ്ടുനിന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചേക്കാം. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളും സഹപ്രവർത്തകരുമൊക്കെ നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു അവസരം ലഭിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും പുതിയ ഇടപാടുകൾ ആരംഭിക്കാനും ഒക്കെ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് ആശ്വാസകരമായിട്ടുള്ളൊരു ദിവസമാണ്. ബിസിനസ്സിൽ ചില പുതിയ ബന്ധങ്ങൾ കൊണ്ട് വലിയ ലാഭം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ജോലി കണ്ടെത്താൻ കഴിയുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. നാളെ അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് രാവിലെ ഗണപതിയെ പ്രാർത്ഥിക്കുക. ഒരു പുതിയ കാര്യം ആരംഭിക്കുന്നതിന് മുൻപ് കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. കഴിയുമെങ്കിൽ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് നല്ലതാണ്. നാളത്തെ ദിവസം എടുത്ത തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുക. എന്നാൽ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ നന്നായി ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്തം കൂടുമെങ്കിലും അതിലൂടെ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. മാത്രവുമല്ല സ്ഥാനക്കയറ്റം ലഭിക്കാനും ശമ്പള വർധനവ് ലഭിക്കാനും ബോണസ് ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഇടപാടുകളിൽ നിന്ന് നേട്ടം ലഭിക്കാം. കുടുങ്ങിക്കിടന്ന പണമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. കുടിശ്ശികയായി കിടന്നിരുന്ന പണം ലഭിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ബാങ്ക് ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടും. അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ആലോചന വരാനുള്ള സാധ്യത കാണുന്നു. നാളെ രോഹിണിക്കാർ ചെയ്യേണ്ടത് രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അരി ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക നേട്ടം ലഭിച്ചാൽ അതിന്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നേടിത്തരും. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന ദിവസമാണ്. കലാമേഖലയിലുള്ള ആളുകൾ, രാഷ്ട്രീയത്തിലുള്ള ആളുകൾ, മറ്റ് മേഖലകളിലുള്ള ആളുകൾക്കൊക്കെ വളരെയധികം തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച ആളുകളുടെ പ്രശംസയും അഭിനന്ദനവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. മീഡിയ, ഡിസൈൻ, ടെക്നോളജി, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. അതിലൊക്കെ വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ചിലപ്പോൾ അവാർഡുകളോ പാരിതോഷികങ്ങളോ ഒക്കെ ലഭിക്കും. ജോലി മാറ്റം ആലോചിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് വലിയ അപകട സാധ്യതയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി ആസൂത്രിതമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ലത്. ചിത്തിര നക്ഷത്രക്കാർ നാളെ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. രാവിലെ കുറച്ച് സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും. കോപം നിയന്ത്രിച്ചുകൊണ്ട് നാളത്തെ ദിവസം മുന്നോട്ട് പോകണം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട ശേഷം തീരുമാനം എടുക്കാവുന്നതാണ്. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നാളെ ദിവസം ബന്ധങ്ങളിലൂടെ നേട്ടം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ജോലി
ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാം, സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകാം, ബിസിനസ്സുകാർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാം, വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരു ദിവസമാണ്. വളരെ കാലമായി ബന്ധപ്പെടാതിരുന്ന ഒരാളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലഭിക്കാനും ഇവരെ സംബന്ധിച്ച് നാളെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതും ഏറെ പ്രത്യേകതയാണ്. മാത്രവുമല്ല, ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ മാറി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതും ആശ്വാസകരമായ കാര്യമാണ്. വിശാഖക്കാർ നാളെ ചെയ്യേണ്ടത് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് നാളത്തെ ദിവസം തുടങ്ങുക. ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയോ ആദരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നേടിത്തരും. മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തു ദാനം ചെയ്യുന്നത് ശുഭകരമാണ്. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരും അവരുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നുമാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ നാളെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ജോലി സ്ഥലത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതുമൂലം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നേക്കാം. കുത്തുവാക്കുകളൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മാത്രം നാളെ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കുക. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും വളരെ ഉചിതം. കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ സംസാരിക്കുന്ന ചില വാക്കുകൾ മൂലം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കോപത്തിൽ പറയുന്ന വാക്കുകൾ പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. നിങ്ങൾ വിചാരിക്കാത്ത തലത്തിലേക്ക് അത് പോകുന്നതായിട്ടും കാണാം. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ചില കൈനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. രാവിലെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ചുവന്ന പൂക്കൾ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. അല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുവന്ന പൂക്കൾ ദേവീ ചിത്രത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഒരു ദരിദ്രരായിട്ടുള്ള സ്ത്രീക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനമോ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പല അവസരങ്ങളൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കണോ, അത് എടുത്താൽ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പല ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ജോലിയിൽ ചെറിയ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഫീസിലെ ചില സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. നിക്ഷേപങ്ങളൊന്നും നടത്താൻ പറ്റിയൊരു ദിവസമല്ല നിങ്ങൾക്ക് നാളെ. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. അപരിചിതരായിട്ടുള്ള ആളുകളെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗം, നാളെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ്. ശിവഭഗവാന് ജലധാര വഴിപാടായിട്ട് നൽകുക. രാവിലെ കുറച്ച് സമയം ശാന്തമായി ഇരുന്ന് പ്രാർത്ഥനയോ ധ്യാനമോ ഒക്കെ ചെയ്യുക. അനാവശ്യ യാത്രകളും തർക്കങ്ങളും ഒക്കെ നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിലെ ഒരാളുടെ പെരുമാറ്റം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും. അത് മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. മാത്രവുമല്ല, വലിയ തുകയൊന്നും നാളത്തെ ദിവസം കടം കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. മാത്രവുമല്ല, മറ്റൊരു കാര്യം, ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാതിരിക്കുക. പിന്നെ വീടോ വസ്തുവോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിലേക്ക് കുറ്റം വരുന്ന സാഹചര്യം ഉണ്ടാകും. മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട അവസ്ഥ വരും. ഇനി നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ, നാഗദേവതയെ പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം കഴിയുമെങ്കിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ദിവസം മുഴുവൻ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമായി നിലനിർത്തുക. ധ്യാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്.
ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ജാഗ്രത ആവശ്യമുള്ള ഒരു ദിവസമാണ്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വേഗത കുറച്ച് വാഹനം ഓടിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പെട്ടെന്ന് നാളെ തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. ജോലി സ്ഥലത്ത് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. മേലധികാരികളിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വഴക്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകാം. കുടുംബത്തിലെ ഒരാളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ സംസാരിക്കുമ്പോൾ ക്ഷമ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണ്. കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും നാളെ ഒഴിവാക്കുന്നതും നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. വെണ്ണയോ പാലോ ഒക്കെ ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ ദാനം ചെയ്യുക, അത് വളരെ ഉത്തമമാണ്. കഴിയുമെങ്കിൽ ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.